ഇത് എനിക്കൊരാൾ അയച്ചു തന്ന ഫോട്ടോയാ. ഓ, എന്നിട്ട് അയാൾക്ക് ഇയാളുടെ ഡീറ്റെയിൽസ് അറിയണമെന്ന് പറഞ്ഞു. ഇനി ഇയാളിവിടെ വരികയാണെങ്കിൽ കാര്യങ്ങളൊന്ന് ചോദിച്ച് മനസ്സിലാക്കണം. ആളൊരു മാന്യനാ, സംസാരത്തിലും പെരുമാറ്റത്തിലും ഒക്കെ. കാഴ്ചയ്ക്കും അങ്ങനെ തന്നെ. ഇയാളൊരു പ്രശ്നക്കാരനായതുകൊണ്ടല്ല ഞാൻ വന്ന് തിരക്കിയത്. ഇയാളെ പറ്റി ഒന്ന് അറിയണം, അത്രേ ഉള്ളൂ. ഇയാൾ ഒറ്റയ്ക്കാണോ വരാറ് പതിവ്? അതെ, കൂടെ ഇതുവരെ ആരെയും കണ്ടിട്ടില്ല. ശരി തിരുമേനി, ഞാൻ ഇടയ്ക്ക് വരാം. നിൽക്കുക, പ്രസാദം തരാം. മോൻ ഒറ്റയ്ക്കേ ഉള്ളോ? അതെ. കാർത്തുവിനെ കൂടെ കൊണ്ടുവരായിരുന്നില്ലേ? അവിടെ ഇപ്പോ അമ്മ മാത്രമല്ലേ ഉള്ളൂ മുത്തശ്ശ. അപ്പൊ അമ്മയും കൂടി കൊണ്ടുവരണം. പിന്നെ കുറച്ചു ദിവസം അവിടെ നിന്നിട്ട് പോവാല്ലോ. ഇനി എങ്ങനെ നോക്കാം. അല്ല, മോൻ എന്താ പെട്ടെന്ന്? ജോലി സംബന്ധമായി ഇതുവഴി യാത്ര ചെയ്യേണ്ടി വന്നു. അപ്പോ മുത്തശ്ശനൊന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. മുത്തശ്ശനത് ഇയാളെ അറിയോ? മുത്തശ്ശന് മുഖം വല്ലാതായല്ലോ. ഇയാളെ അറിയോ? ഞാനറിയില്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഇങ്ങനൊരാളെ കാണണേ. പിന്നെന്തിനാ ഫോട്ടോ കണ്ടപ്പോ മുത്തശ്ശനൊരു പതർച്ച ഉണ്ടായേ? എനിക്കൊരു പതർച്ചയില്ല. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ആളെ കാണുമ്പോ എന്തിനാ പതർന്നേ? അല്ല, ഇയാളെ എനിക്ക് പരിചയമുണ്ടെന്ന് മോൻ ചോദിക്കാനെന്താ കാരണം? ഒരു ദിവസം ഞാനും കാർത്തും കൂടി നാഗക്ഷേത്രത്തിൽ പോയപ്പോ ഇയാൾ അവിടെ കണ്ടിരുന്നു. അന്ന് കാർത്തു ഇയാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഞങ്ങളിവിടെ വന്നപ്പോ അതിനെപ്പറ്റി മുത്തച്ഛനോട് സൂചിപ്പിക്കുകയും ചെയ്തു. ഞാൻ ഓർക്കുന്നില്ലല്ലോ. പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ മുത്തച്ഛനെ കാണിച്ച പോലെ അമ്പലത്തിലെ പൂജാരിയും ഈ ഫോട്ടോ കാണിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഈ ഫോട്ടോയിൽ കാണുന്ന ആള് മുത്തച്ഛനെ പറ്റി ഇടയ്ക്കെപ്പോഴോ തിരക്കിയെന്ന്. എന്നെ പറ്റിയോ? ഒരു സ്വാമിനാഥൻ സാറിനെ പറ്റി അന്വേഷിച്ചത്. അത് മുത്തച്ഛനാണോന്നുള്ള കാര്യത്തില് അദ്ദേഹത്തിന് സംശയമുണ്ട്. സ്വാമിനാഥൻ എന്നുള്ള പേരിൽ പലരും അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഉറപ്പിച്ചത് മുത്തച്ഛനാണോന്ന് അയാളോട് പറയാൻ പൂജാരിക്ക് പറ്റിയില്ല. എങ്കിൽ അയാളോട് പറഞ്ഞേക്ക്, ആ വന്നയാള് മറ്റേതെങ്കിലും സ്വാമിനാഥനെ ആയിരിക്കും അന്വേഷിക്കുന്നതെന്ന്. ഇതിനു മുമ്പ് ഈ പറഞ്ഞയാളെ മോൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ എന്റെ കാര്യം. പിന്നെ എന്തിനായിരിക്കും കാർത്തു ഇയാളെ കണ്ടപ്പോ ശ്രദ്ധിച്ചത്? ഈ ഫോട്ടോ മോൻ എവിടുന്ന കിട്ടിയേ? ഇത് കാർത്തുവിന്റെ മൊബൈലിൽ നിന്ന് കിട്ടിയതാ. എന്നിട്ട് ഇതാരാണെന്ന് മോൻ കാർത്തുവിനോട് ചോദിച്ചില്ലേ? ചോദിക്കണം. വേണ്ട മോനെ, ചിലപ്പോ മോൾക്ക് അയാളെ പറ്റി ഒന്നും അറിയാൻ കഴിയില്ല. അറിയാത്തൊരാളെ ആരെങ്കിലും മൊബൈലിൽ സേവ് ചെയ്യും? എനിക്ക് അയാളുടെ മുഖം കണ്ടിട്ട് അത്ര നല്ലവനാന്ന് തോന്നുന്നില്ല. അങ്ങനെ നല്ലവനല്ലാത്തൊരാളുടെ ഫോട്ടോ ഒരിക്കലും നമ്മുടെ മൊബൈലിൽ കാണാൻ പാടില്ലല്ലോ. മുത്തച്ഛൻ ഒന്നുകൂടെ ഒന്ന് നോക്ക്, ഇയാളെ പരിചയമുണ്ടോന്ന്. എന്റെ ഓർമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഒരിക്കൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ പിന്നെ മറക്കില്ല. ഇയാളെ ഇതുവരെ കണ്ടിട്ടില്ല. നാഗദൈവങ്ങൾ സത്യമുള്ളവരാ. നമ്മുടെ പ്രവർത്തികൾ നല്ലതാണെങ്കിൽ മാത്രമേ ഈ ക്ഷേത്രത്തിലേക്ക് കയറി ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ. ഞാൻ എന്തിനു വേണ്ടിയാണ് അലയുന്നതെന്ന് കണ്ണൻ അറിയാലോ. ഇതുവരെ
ഞാൻ ആഗ്രഹിച്ച ഒരാളെ എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല. നിങ്ങൾ ആരെ ഈ കാണാൻ ആഗ്രഹിക്കുന്നത്? ദേവനന്ദയോ അതോ അവരിലൂടെ നിങ്ങൾക്കുണ്ടായെന്ന് വിശ്വസിക്കുന്ന കുഞ്ഞിനെയോ? നിങ്ങൾക്ക് അങ്ങനൊരു കുഞ്ഞ് ജനിച്ചിട്ടില്ല. നിങ്ങളെ പോലൊരാളുടെ കുഞ്ഞിനെ അവര് ഗർഭത്തിൽ വെച്ച് എന്നെ നശിപ്പിച്ചു എന്ന് ഞാൻ പറഞ്ഞല്ലേ? അത് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസമാണ്. സൗകര്യം ഉണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. നിങ്ങൾ ഇനി ഇതിന്റെ പേരിൽ ഓരോരുത്തരെ ചോദ്യം ചെയ്യാൻ ഇറങ്ങിയ അതിന്റെ പേരിൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാവും. നിങ്ങൾക്ക് കുട്ടികളില്ല എന്ന് കരുതി നിങ്ങൾ സ്നേഹിച്ച പെൺകുട്ടിക്ക് നിങ്ങളുടെ ചതിയിലൂടെ ഒരു കുഞ്ഞുണ്ടായെന്ന് നിങ്ങളുടെ ഭാര്യ അറിഞ്ഞ അവർക്കത് സഹിക്കാൻ പറ്റൂ? അത് അംഗീകരിക്കാൻ പറ്റൂ? എന്നാ കുഞ്ഞ് അച്ഛനൊന്നും വിളിക്കണ്ട. എനിക്ക് എന്റെ ഒരു കുഞ്ഞ് ഈ ഭൂമിയിൽ ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രം മതി. അതുകൊണ്ട് എന്ത് പ്രയോജനം? എന്റെ ഒരു ആശ്വാസത്തിന്. എന്താശ്വാസം? അങ്ങനെ നിങ്ങൾക്ക് ഒരിക്കലും ആശ്വസിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു കുഞ്ഞുണ്ടെങ്കിലല്ലേ ആശ്വസിക്കാൻ പറ്റുള്ളൂ. ഇനി അതിനു വേണ്ടിയാണ് നിങ്ങൾ ഈ അമ്പലങ്ങളിലൊക്കെ കയറി ഇറങ്ങുന്നതെങ്കിൽ വെറുതെ ഒരു പ്രയോജനമില്ല. നിങ്ങളാരും കാട്ടി തന്നില്ലെങ്കിലും അടുത്ത് തന്നെ ഒരു ദിവസം ആ കുഞ്ഞിന്റെ അടുത്തെത്താൻ കഴിയുമെന്ന് എന്റെ മനസ്സ് എന്നോട് പറയുന്നു. കണ്ണൻ നോയിക്കോ, അത് ഉടനെ സംഭവിക്കും. നിങ്ങളെ പലരും കണ്ടു തുടങ്ങിയിട്ടുണ്ട് ആ അമ്പലത്തിൽ വെച്ച്. ദേവനന്ദി അവിടെ വരാറുണ്ട്. ഇനി അവിടെ വെച്ച് അങ്ങനെ നിങ്ങളെ അവര് കണ്ടാലോ? ഇടയ്ക്ക് എന്നോട് അവർ ചോദിച്ചത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ. നിങ്ങളെ എങ്ങനെങ്കിലും കൊന്നുതരാൻ പറ്റുമെന്നാ ചോദ്യം. അത്രയും വെറുക്കുന്ന ആൾക്കാർക്കിടയിലേക്ക് നിങ്ങൾ എന്തിനാ വെറുതെ കടന്നു വരുന്നേ? അന്ന് വീട്ടിൽ വന്നപ്പോഴാണ് കണ്ണനെ ഞാൻ പരിചയപ്പെടുന്നത്. അതിനു മുമ്പ് ദേവനന്ദയോ എന്റെ അനിയനോ കണ്ണനെ പറ്റി പറഞ്ഞിട്ടില്ല. എന്ന് തൊട്ടാണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്നും എനിക്കറിയില്ല. ബന്ധങ്ങളൊക്കെ വളരാൻ അധികം സമയമൊന്നും വേണ്ടല്ലോ ഡോക്ടറെ. മനുഷ്യനെ മനസ്സിലാക്കാൻ അധികം സമയമൊന്നും വേണ്ട. ഞാനും നിങ്ങളുടെ അനിയനും തമ്മിൽ പരിചയപ്പെട്ടത് ജയിലിൽ വെച്ചാണെന്ന് പറഞ്ഞല്ലോ. ഞങ്ങള് പക്ഷെ പരസ്പരം മനസ്സിലാക്കി. അവന് വീടില്ല, കൂടില്ല, കൂടപ്പറപ്പുകളില്ല. എന്നാൽ അതിനേക്കാൾ മൂല്യമുള്ള പല ആൾക്കാരെ അവന് കണ്ടെത്താൻ കഴിഞ്ഞു. അത് അവന്റെ മനസ്സിൽ നന്മയുള്ളതുകൊണ്ടാ. സത്യം പറഞ്ഞാ ജയിൽ പുള്ളിയായിരുന്ന അനിയൻ ഏട്ടന് അപമാനമല്ല, ശരിക്കും അവൻ അപമാനം നിങ്ങളാ. ഇവിടെ സ്നേഹിച്ച പെൺകുട്ടിയാ അവനെ കത്തിച്ചളഞ്ഞത്. എന്നാ നിങ്ങളോ സ്നേഹിച്ച പെണ്ണിനെ, അതും നിങ്ങളാൽ അമ്മയാകാൻ പോയ പെണ്ണിനെ ചുട്ടുകളഞ്ഞു. എന്നിട്ടാ ഇപ്പം ഞാൻ നിരപരാധിയാണെന്നൊക്കെ പറഞ്ഞ് തെക്ക് വടക്ക് കിടന്ന് ഓടുന്നേ. നിങ്ങളെയൊക്കെ പച്ചയ്ക്ക് കത്തിക്കാ വേണ്ടേ? അതിനുള്ള അവസരം ദൈവത്തെ ഓർത്ത് നിങ്ങളായിട്ടുണ്ടാക്കരുത്. ഇവിടെ ഇപ്പൊ ഉണ്ണേട്ടനില്ല. എന്നാൽ എന്തൊരു ഡിമാൻഡാ, വിളിച്ചാലും വരത്തില്ല. നിന്റെ ഭർത്താവ് ഇവിടെ ഇല്ലാത്തപ്പോ ഞാൻ ഇങ്ങോട്ട് വരുന്നത് ശരിയാണോടി? ഓ, അങ്ങനെ വരാത്ത പോലെ. ഇപ്പൊ പകലും രാത്രിയും ഒക്കെ വരാം. ഇവിടെ വേണമെങ്കിൽ 1-2 ദിവസം താമസിക്കുകയും ചെയ്യാം. എന്നിട്ട് വിളിച്ചാ പോലും എടുക്കത്തില്ല. നിന്റെ ഭർത്താവ് ജയിലിൽ പോയപ്പോ നിനക്ക് വലിയ ആശ്വാസമായെന്ന് നീ പറഞ്ഞപ്പോ നിന്നോട് ദേഷ്യം തോന്നി? ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല, ഉള്ളതാ പറഞ്ഞത്. അയാൾ ഇവിടെ ഉള്ളപ്പോ അയാളെ പേടിക്കണമായിരുന്നു. ഇപ്പൊ അതിന്റെ ആവശ്യം എനിക്കില്ല. നിനക്കെല്ലാവരും നമ്മൾ തമ്മിലുള്ള ബന്ധം അറിയണം. അവരത് ഉണ്ണിയെ അറിയിക്കണം. അതിനാണ് ഇപ്പൊ എന്നെ വിളിച്ചു വരുത്തുന്നത്. ആണെന്ന് കൂട്ടിക്കോ. ഈ രീതിയിൽ ദീപേട്ടൻ എന്നെ അവഗണിച്ച നാട്ടുകാരായിരിക്കില്ല. ഞാൻ തന്നെ പറയും ഉണ്ണിയേട്ടനോട് നമ്മൾ തമ്മില് അടുപ്പമാണെന്ന്. എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് ദീപേട്ടന്റെ ആണെന്ന്. നീ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. അതൊന്നും ഇവിടെ ചെലവാവേയില്ല. ഇത് ഭീഷണിയല്ല, ഞാൻ മടുത്തു. കേട്ടല്ലോ? പിന്നെ ഒരു കാരണവശാലും എനിക്ക് തന്നൊരു വാക്കുണ്ടല്ലോ, അത് നീ തെറ്റിക്കരുത്. ഒരിക്കലും നമ്മൾ തമ്മിലുള്ള ബന്ധം ഉണ്ണി അറിയരുത്. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞ പിന്നെ അവനും ഞാനും നിനക്ക് കാണില്ല. വേണ്ട, ഇടയ്ക്ക് കാണണമെന്ന് തോന്നുമ്പോ വന്നാ മതി.
അതുകൂടെ ഇല്ലാതാക്കിയ പിന്നെ ഞാനൊന്നും ചിന്തിക്കില്ല. ഉണ്ണേട്ടനോട് ഞാൻ എല്ലാം പറഞ്ഞിരിക്കും. ആ ബന്ധം പിരിയും. ഇന്നത്തെ ദിവസം പോകണ്ട ദീപേട്ടാ. ഒരു ദിവസം ഇവിടെ താമസിക്കേ. വേണ്ട വേണ്ട, ഉണ്ണി വന്നിട്ടുണ്ട്. എവിടെയും ഒളിക്ക്. കട്ടിലടി കയറിക്കോ. എവിടെ കട്ടിലടി കയറി. ബാത്റൂമിലേക്ക് പോകണ്ട. അവൻ വന്ന് ആദ്യം പോകുന്ന അവിടോട്ടായിരിക്കും. അയ്യോ, നോക്കിട്ട് വരാം. ദീപേട്ട കേറ്. കേറാൻ മാമേന്ദ്രൻ എന്നെ കണ്ടപ്പോ ഓടിയത്. അയ്യോ, നീ എന്നെ കണ്ടായിരുന്നോ മോനെ? നീ വന്ന സന്തോഷത്തിലെ ഉണ്ണി വന്നേന്ന് വിജിതയോട് പറയാൻ ഓടിയതാ. എന്റെ മക്കളെ, നീ അങ്ങ് ക്ഷീണിച്ചു പോയല്ലോടാ. 10-14 ദിവസം ജയിലിൽ കിടന്നുള്ളൂ. പിന്നെ എന്ത് ക്ഷീണിക്കാനാ? ഇവിടുന്ന് കൊണ്ടുപോയപ്പോ പോലീസുകാർ നല്ല തല്ല് തല്ലിയായിരുന്നു. അതിന്റെ ക്ഷീണം ഇപ്പോഴും ഉണ്ട്. കൊണ്ടി ചോരയില്ലാത്ത പോലീസുകാരാ. ആ സിയാണ് കുഴപ്പക്കാരൻ. അവന് നമ്മളെ ഒന്നും കണ്ണെടുത്താ കണ്ടൂടാ. വിജിതയോടും കരുണമാവനോടുള്ള ദേഷ്യമാ അയാൾ എന്നോട് തീർത്തത്. പക്ഷെ അതിലും എനിക്ക് വേദനിച്ചു. എന്റെ ഭാര്യ ജയിലിൽ കാണാൻ വരാതിരുന്നതിൽ. അവൾക്ക് ഒരു ദിവസമെങ്കിലും അവിടേക്ക് വരായിരുന്നു മാമി. നീ പോയ ശേഷം കരഞ്ഞു കരഞ്ഞ് അവളൊരു കോലമായി. മോളെ, നീ ഇങ്ങനെ കരഞ്ഞ കുഞ്ഞിനെ ബാധിക്കുമെന്ന് പറഞ്ഞ് ഞാൻ മടുത്തു. ഇടയ്ക്ക് ആത്മഹത്യ ചെയ്യൂന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഏതു നേരവും തൊട്ടും തലോടി ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ ആ ദീപനെ പോയി കണ്ടിട്ടേ, മോനെ നീ ഇടയ്ക്കൊക്കെ അങ്ങോട്ട് വന്ന് അവളോട് മിണ്ടുകയും പറയുകയും ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ അവൻ 1-2 തവണയൊക്കെ വന്ന് അവളെ സമാധാനിപ്പിക്കാനൊക്കെ നോക്കി. അതുപോലെ മോനെ ജാമ്യത്തിലിറക്കാൻ ആ അഖിൽ വക്കീലിനോട് പറയാന്നും പറഞ്ഞു. അഖിൽ വക്കീല കോടതിയിൽ എനിക്ക് വേണ്ടി ഹാജരായത് ആ ദീപം പറഞ്ഞിട്ടല്ലേ? പിന്നല്ലാതെ. പക്ഷെ അയാള് കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ പറഞ്ഞത് കണ്ണേട്ടന് വരണമൊക്കെ അതിനുവേണ്ടി ശ്രമിച്ചെന്നാ. അത് കള്ളവാ മോനെ. ദീപനായിരുന്നു അതിന്റെയൊക്കെ പിന്നില്. അയാളെ പോലെ ഒരാള് കള്ളം പറയുന്നു തോന്നുന്നില്ല മാമി. എന്തായാലും മോൻ പുറത്ത് കടന്നല്ലോ. ഇനി എന്റെ മോക്ക് മനസമാധാനത്തോടെ കഴിയാലോ. നീ പോയപ്പോഴേ അവക്ക് മനസ്സിലായത് നിന്നെ കാണാതെ ഒരു ദിവസം പോലും അവക്ക് ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. എന്റെ അവസ്ഥ അതായിരുന്നു. ഒറ്റയ്ക്കുള്ളവരുടെ മോള് വന്നില്ലേ? വാ. ഇല്ല, അപ്പച്ചി വീട്ടിൽ വന്നിട്ടുണ്ട്.
ഓ പിന്നെ വരില്ലല്ലോ. അതിനെപ്പറ്റി തന്നെ ചോദിക്കാനാണ് ഞാൻ വന്നത്. മുമ്പ് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള കാര്യം തന്നെയാ. എങ്കിലും ഇപ്പൊ ഇത്തിരി സംശയം കൂടി. ഒരിക്കലും സ്വന്തം മക്കളെ അപ്പച്ചി ഇതുപോലെ മാറ്റി നിർത്തിയിട്ടില്ല. ഇപ്പോ അവരെ മറന്ന വട്ട. അങ്ങനെ സ്വന്തം മക്കളെ പരിഗണിക്കാതെ കാർത്തൂനെ അപ്പച്ചി സ്നേഹിക്കുന്നത് എന്തുകൊണ്ടാന്ന് മനസ്സിലാവുന്നില്ല. ഇതേ ചോദ്യം ഒരുപാട് തവണ ഞാനും ചോദിച്ചു കഴിഞ്ഞു കണ്ണേട്ടനോട്. അതിന് ഞാൻ എങ്ങനെ മറുപടി പറയാനടി? ഈ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് അരുണിന്റെ അപ്പച്ചിയാ. അത് ശരിയാ. പക്ഷെ കണ്ണേട്ടനോട് ഈ ചോദ്യം ചോദിക്കുന്ന വേറൊന്നും കൊണ്ടല്ല. കണ്ണേട്ടനെ കണ്ട ശേഷമാണ് അപ്പച്ചിക്ക് മാറ്റം ഉണ്ടായത്. കാർത്തൂനെ അരുൺ കല്യാണം കഴിച്ചോണ്ട് പോയ ശേഷം അപ്പച്ചിയുടെ നിഴലിനെ പോലും പേടിയായിരുന്നു ഞങ്ങൾക്കൊക്കെ, പ്രത്യേകിച്ച് കാർത്തൂന്. അവസാനം കണ്ണേട്ടൻ വന്ന് കാർത്തൂനെ ഇവിടെ വിളിച്ചോണ്ട് വരികയും ചെയ്തല്ലോ. എന്നാ അതിനൊക്കെ ശേഷം കണ്ണേട്ടനെ കണ്ടുകഴിഞ്ഞ് അപ്പച്ചിയുടെ സ്വഭാവമേ മാറിപ്പോയി. അങ്ങനെ മാറുന്ന കൂട്ടത്തിലല്ല അപ്പച്ചി. അപ്പോ കണ്ണേട്ടനും അപ്പച്ചിയും തമ്മിൽ നേരത്തെ പരിചയമുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. ഞാൻ അതൊന്നും നിഷേധിക്കുന്നില്ല. നേരത്തെ പരിചയമുണ്ട്. പക്ഷെ അത് എവിടെ വെച്ചാണെന്നും എങ്ങനെയാണെന്നും ചോദിക്കരുതെന്നും ഞാൻ അന്നേ പറഞ്ഞതാ. എന്റെ മനസ്സിൽ പല സംശയങ്ങൾ ഉരുണ്ടുകൂടിയിട്ടുണ്ട്. അതെന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ കാർത്തു ഇപ്പൊ എന്റെ അടുത്ത് പലതും മറയ്ക്കുക. ഏയ്, കാർത്തു അങ്ങനെ അരുണിൽ നിന്നൊന്നും മറച്ചുവെക്കാൻ സാധ്യതയില്ല. അതായിരുന്നു എന്റെയും ധാരണ. പക്ഷെ ഇപ്പൊ അതിന് മാറ്റം വന്നോണ്ടിരിക്കുക. കാർത്തു മാത്രമല്ല, കണ്ണേട്ടനും പറയാനുള്ള എന്തോ മനസ്സിൽ വെച്ചോണ്ട് നടക്കുക. ശരിയാ അനുബന്ധ. ഞങ്ങൾ ആരും പ്രശ്നക്കാരല്ലല്ലോ അവരുടെ. എന്തെങ്കിലും മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള കാരണം ഉണ്ടാവും. ആ കാരണം തേടിയാ ഞാനിപ്പോ നടക്കുന്നത്. ഈ കഴിഞ്ഞ ഓണത്തിനന്ന് ഏടത്തെയും മാളിന് ഒഴിവാക്കിയിട്ടാ അപ്പച്ചി മുത്തശ്ശനെ വീട്ടിലേക്ക് വന്നത്. അത് കാർത്തുള്ളതുകൊണ്ടാ. അന്ന് കാർത്തൂനെ അപ്പച്ചി സ്നേഹിക്കുന്ന കണ്ടപ്പോ ഒരമ്മ മകളെ സ്നേഹിക്കുന്ന പോലെ തോന്നിയത്. ഒരിക്കലും ഒരു പെൺകുട്ടിയോടും ഇത്രയും സ്നേഹം അപ്പച്ചി കാണിച്ചിട്ടില്ല. അവര് തമ്മിലുള്ള ബന്ധം ദൈവികമായിട്ടുള്ള ബന്ധമാണ്. നാഗത്തന്മാരെ അവരെ തമ്മിൽ ഇത്ര അടുപ്പിച്ചത്. അപ്പച്ചി മാത്രമല്ല, മുത്തശ്ശനും കാർത്തൂനും സ്നേഹിക്കായിരുന്നു. സത്യം പറഞ്ഞ അന്ന് അവിടെ ചെന്നപ്പോ ഞാൻ ഔട്ടായി. അവര് രണ്ടാളും കാർത്തൂനങ്ങ് ഏറ്റെടുത്തു. പവിത്രടുത്തി എന്തോ ഇതിനിടയിൽ പുകയുന്നുണ്ട്. അത് ഈ നിൽക്കുന്ന കണ്ണേട്ടനെ അറിയൂ. പിന്നെ എന്റെ അപ്പച്ചിക്ക് മുത്തശ്ശനൊക്കെ. ഇടയ്ക്ക് കണ്ണേട്ടന്റെ അമ്മ ചോദിച്ചു കാർത്തൂനോടുള്ള അപ്പച്ചിയുടെ സ്നേഹം കണ്ടിട്ട്, ഇനിയന്ന് കാർത്തൂനെ കാട്ടിക്കളഞ്ഞ അമ്മ അരുണിന്റെ അപ്പച്ചിയാണോന്ന്. ഈ പോക്ക് കണ്ടു കഴിഞ്ഞാ ആർക്കായാലും അങ്ങനെ തോന്നും. അരുണിന്റെ അപ്പച്ചി അങ്ങനെയൊക്കെ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അരുണിന്റെ അമ്മ അത് അറിയാതിരിക്കോ? വെറുതെ മണ്ടത്തരം വിളിച്ചു പറയല്ലേ രണ്ടാളും കൂടെ. ഈ മണ്ടത്തരത്തിലൊരു സത്യമുണ്ട് കണ്ണേട്ട. അതെന്തായാലും ഉടനെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയേക്കാം. എന്തായാലും കാർത്തുമായിട്ട് ഞാനൊരു സമരത്തില. അയാൾ പറയേണ്ട ചില കാര്യങ്ങൾ എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നുണ്ട്. അതത്ര നല്ല ശീലമല്ലല്ലോ. പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അരുണേ? ഹേയ്, അങ്ങനൊന്നുമില്ല. എങ്കിലും വിഷമമുണ്ട് എനിക്ക്, അറിയിക്കേണ്ടത് തന്നെ അറിയിക്കാത്തതിന്. സാറേ, കഴിക്കുന്നില്ലേ? എനിക്ക് വേണ്ട. അങ്ങനെ കഴിക്കാതെ പോവാറില്ലല്ലോ. ഇവിടെ പതിവെല്ലാം തെറ്റുമല്ലേ? എന്തിനാ കഴിക്കുന്നത്? എന്താ എന്താ അരുണേ? ഭക്ഷണം വേണ്ടെന്നാ പറയുന്നേ. നിനക്ക് എന്താ അരുണേ പറ്റിയത്? എനിക്കൊന്നും പറ്റിയിട്ടില്ല. നല്ല വിശപ്പില്ല, അതുകൊണ്ട് ഭക്ഷണം വേണ്ട. കടയിൽ പോയിട്ട് കഴിക്കൂ. വിശപ്പില്ലാത്ത ആൾക്ക് എവിടെ പോയാലും ഭക്ഷണം ഇറങ്ങില്ല. നീ എന്തിനാ അരുണേ മോളോട് ഇങ്ങനെ ചൂടാവുന്നത്? അതിന്റെ കാരണമൊക്കെ ഇയാൾക്കറിയാം. മോളൊന്നും പറയുന്നില്ലല്ലോ. പറയുന്നില്ല, അതാ പ്രശ്നം. ഞാനും ചോദിക്കുന്നുണ്ട് ഓരോന്ന്.
എന്നിട്ട് എനിക്ക് തരേണ്ട മറുപടി തരുന്നില്ല. അങ്ങനെ പോയതൊക്കെ ആവർത്തിക്കപ്പെടും. ഭക്ഷണമൊക്കെ ഇനി ഇവിടുന്ന് കഴിക്കുന്ന കുറവായിരിക്കും. കണ്ണനും പവിത്രയൊന്നും നിങ്ങൾ തമ്മിൽ പിണങ്ങിന്നറിഞ്ഞാൽ സഹിക്കില്ല. എന്റെ ഭാഗത്ത് വ്യക്തമായൊരു കാരണം ഉണ്ടെങ്കിൽ പിന്നെ ആര് പിണങ്ങിയാലും എനിക്ക് പ്രശ്നമില്ല. എന്തെങ്കിലും മോൾ അവനിൽ നിന്ന് മറച്ചു പിടിക്കുന്നുണ്ടെങ്കിൽ അത് അവനോട് പറയാൻ ഞാൻ പറഞ്ഞല്ലോ. മോളെ, അരുണിന്റെ സ്വഭാവം മോക്ക് നന്നായിട്ട് അറിയാലോ. അവന് മോളെന്ന് വെച്ച ജീവനാ. അങ്ങനെയുള്ള അവൻ ഈ രീതിയിലൊക്കെ സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്നെങ്കിൽ അതിൽ അവന്റെ ഭാഗത്ത് മാത്രമാണ് തെറ്റെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എന്റെ ഭാഗത്തും തെറ്റുണ്ട്. ആ, അത് സമ്മതിച്ചല്ലോ. എങ്കിൽ പിന്നെ നിങ്ങൾ തമ്മിൽ പരസ്പരം സംസാരിച്ച് തീർക്കേണ്ടതാണെങ്കിൽ അതങ്ങ് തീർത്തുകൂടെ? പുറത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ പറയാൻ പറ്റുമോ അമ്മേ? അങ്ങനെ പുറത്തു പറയാൻ പറ്റാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഭർത്താവിനോട് പറയണമെന്നാ ഞാൻ നേരത്തെ പറഞ്ഞത്. മറ്റാരോടും പറയേണ്ട കാര്യമില്ല, എന്നോട് പോലും. ഞാൻ ആകെ വിഷമത്തിലാ അമ്മേ. ആ വിഷമം മാറണമെങ്കിൽ മോള് മനസ്സ് തുറക്കണം. അരുണിനോട് പറയേണ്ടതൊക്കെ പറയണം. എന്താ, മോള് പറയുന്ന കാര്യങ്ങളൊക്കെ അവൻ കേട്ടാ മോളെ അവൻ തള്ളിക്കളയോ? ഞാനത് പറയാത്തത് മറ്റു ചിലർക്ക് വേണ്ടിയാ. ആർക്കു വേണ്ടിയാണെങ്കിലും ശരി, സ്വന്തം ജീവിതം നശിപ്പിച്ചുകൊണ്ടാവരുത് രഹസ്യങ്ങൾ സൂക്ഷിക്കുന്നത്. മോളുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അരുൺ പിണങ്ങിയ മോൾക്കത് സഹിക്കാനാവില്ല. അല്ലെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല സ്നേഹത്തിലാണെങ്കിൽ അവർക്കിടയിൽ ഒരു ചെറിയ പിണക്കം മതി. അത് രണ്ടാൾക്ക് സഹിക്കാൻ പറ്റില്ല. മോൾ ഇതുവരെ അരുണിനോട് സത്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതില് ചെറിയൊരു മാറ്റം വന്നതുകൊണ്ടാ അവൻ ഇങ്ങനെ കലിതുള്ളി പോകുന്നത്. അല്ലെങ്കിൽ അവന്റെ സ്വഭാവം എനിക്കറിയാം. അങ്ങനെ ആരോടും വഴക്കു കൂടുന്ന പ്രകൃതക്കാരനല്ല അവൻ. ആ, എന്തായാലും മോള് വന്നിരിക്കെ, കഴിക്കാം. എനിക്ക് വേണ്ടമ്മേ. മോക്ക് വേണ്ടെങ്കിൽ ഞാനും കഴിക്കില്ല. ആ, പറയെടുത്തി. ഞാനിങ്ങോട്ട് വിളിക്കാനിരിക്കായിരുന്നു. നീ എത്രയും പെട്ടെന്ന് അരുണിനെ ഒന്ന് വിളിക്കണം ദേവേ. അവൻ എന്തോ കാർത്തൂവിനോട് അകൽച്ചയുണ്ട്. എന്താന്ന് ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. അരുൺ കാർത്തൂനോട് പിണങ്ങിയെന്നോ? അതുകൊണ്ടല്ലേ ഞാൻ വിളിച്ചത്. കാർത്തു ആകെ വിഷമത്തില. അവന് ദേഷ്യം ഉണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയും കാർത്തു ചെയ്യില്ലല്ലോ. ചെയ്തില്ല, ചെയ്തിട്ടുമില്ല. പിന്നെന്തിനാ അവനിങ്ങനെ പിണക്കം കാണിക്കുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എടുത്തി അവനോട് കുറച്ച് സീരിയസ് ആയിട്ട് ചോദിക്കാത്തതെന്താ? ഞാൻ ചോദിച്ചല്ലോ, എന്നിട്ട് എന്നോടൊന്നും പറയുന്നില്ല. കാർത്തുവിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു, അവൻ ഏതെങ്കിലും തരത്തിൽ വിഷമിപ്പിച്ചോന്ന്. ഇല്ലെന്നാ കാർത്തു പറയുന്നത്. പിന്നെ എന്താ ഇപ്പൊ പറ്റിയേ? എനിക്കറിയില്ല. കുട്ടികൾ തമ്മിൽ ദേഷ്യത്തോടെ പിണങ്ങി നടന്ന അത് കാണുന്ന നമുക്കല്ലേ വിഷമം. ഞാൻ അവനെ വിളിച്ചോളാം. എന്നിട്ട് ഉടനെ തന്നെ കാണുകയും ചെയ്യാം. നിനക്കറിയാലോ ദേവേ, കാർത്തു ഒരു പാവ. അരുൺ പിണങ്ങി നടക്കുന്നത് ആ കുട്ടിക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല. അത് അതിന്റെ മുഖം കണ്ടാൽ അറിയാം. എടുത്തി മൊബൈല് വെച്ചോ, ഞാൻ എന്താ അവരെ പ്രശ്നമെന്ന് അറിഞ്ഞോളാം. ശരി.